ലൈംഗിക പീഡന പരാതി നേരിടുന്ന പാലക്കാട് കൗൺസിലർ പ്രശോഭിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി. KPCC നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. പ്രശോഭിന്റെ ഈ ആരോപണം നിങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത്. ഉടൻ തന്നെ ഞാനത് അയാളെ പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിട്ട് അദ്ദേഹം പുറത്താക്കി. സസ്പെൻഷൻ അല്ല, പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതെ, അദ്ദേഹത്തിന് പ്രാഥമിക അദ്ദേഹത്തിന് വേറെ സ്ഥാനം നമ്മൾ സസ്പെൻഡ് ചെയ്യാനില്ല. മുനിസിപ്പാലിറ്റി കൗൺസിലേ ഉള്ളൂ. അത് എനിക്ക് ചെയ്യാൻ കഴിയില്ല, സ്വയം ചെയ്യാം. പാർട്ടിക്ക് നമുക്ക് എന്താ ചെയ്യാം? അത് അദ്ദേഹത്തിന് പ്രാഥമിക പുറത്താക്കുക. ഈ കൗൺസിലർ എന്നുള്ള സ്ഥാനത്ത് തന്നെ തുടരുക. അത് എനിക്ക് പറയാൻ പറ്റത്തില്ലോ. അതിപ്പോൾ നമ്മൾ കൗൺസിലറാണ്, മര്യാദയ്ക്ക് അവർ ധാർമ്മികത കണ്ട് രാജിവെക്കാവാണെങ്കിൽ അത് അയാൾ തീരുമാനിക്കട്ടെ. പക്ഷേ എന്തായാലും നമ്മൾ ആദ്യം ഇനി ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇതുപോലെ അന്വേഷിക്കുമല്ലോ. അതിനെന്താണെന്നുള്ള ഒരു പരാതി ഞങ്ങൾ കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് പോയിട്ടില്ല. ഇനി ഇതിനെക്കുറിച്ച് പുറത്താക്കുകയും അതിൻ്റെ എന്തൊക്കെയാണ് സംഭവിച്ച് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ചിത്രം ഒന്നും കൂടി പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ പുറത്താക്കി കഴിഞ്ഞു. എന്നിട്ട് ബാക്കി തുടർ നടപടി വെച്ചാൽ വീണ്ടും ഞങ്ങൾ പറ്റുമെങ്കിൽ പുറത്താക്കിയുള്ള ഞങ്ങൾ സമ്മർദ്ദം ചെയ്ത് രാജിവെക്കുന്നു പറഞ്ഞാൽ കേൾക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം അയാളെ സംഘടന പുറത്താക്കി കഴിഞ്ഞ് സംഘടന പുറത്താക്കിയാൽ ആദ്യം നിങ്ങൾ പറഞ്ഞ പോലെ കൗൺസിൽ രാജിവെക്കുക പറയാം, അല്ലേ? സംഘടന പുറത്താക്കാത്ത ഒരാളെ ആണെങ്കിൽ രാജിവെക്കാൻ പറയാം. പക്ഷെ പുറത്താക്കിയ ആളുടെ എനിക്ക് പറയാൻ കഴിയില്ല. തൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് വെച്ചോ, തൻ്റെ പേരിൽ എൻ്റെ അധികാരം പോയി. ധാർമ്മികത ഉണ്ടെങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റു പാർട്ടിക്കാർ കൂടി ഈ ധാർമ്മികത കാണിക്കട്ടെ. ഇത് തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് കരുതുന്നില്ലെന്നും തങ്കപ്പൻ പറഞ്ഞു. ദാവം ഇല്ലാണ്ടിരിക്കും, അതിനെക്കുറിച്ച് യഥാർത്ഥ അന്വേഷിച്ചില്ല. ഈ സമയത്ത് പലരും കയറി വരികയാണല്ലോ ന്യൂസ്. ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ശ്രദ്ധിക്കും, ഇത് ചെയ്യുമോ? എന്താവട്ടെ, ഇതിന് ഞങ്ങൾ പ്രാഥമികമായിട്ട് നിങ്ങളുടെ ഈ മീഡിയ എന്നിലൂടെയാണ് ഈ കാര്യം അറിയുന്നത്. അല്ലാതെ ആരും ഞങ്ങളുടെ അടുത്ത് പരാതി പറയുകയോ എടുക്കുന്നു ഈ നേരം വരെ ചെയ്തിട്ടില്ല. മറ്റു പാർട്ടികളുടെ പരാതി അന്വേഷിച്ച് അവരുടേത് അന്വേഷിച്ച് കഴിയും. നമ്മൾ ഒന്നും ചെയ്തില്ല, കേട്ടത് ഉടൻ അവരെ വിടില്ല. തർജ്ജമം മറ്റു പാർട്ടിക്കാർ കാണിച്ചാൽ വളരെ നന്നാവുമായിരുന്നു, ഒരു തർക്കം വേണ്ട. ഞങ്ങളൊന്നും എന്തിനു നിന്നോ, കേട്ടത് ഇന്നലെ രാത്രി തന്നെ എഴുതി അങ്ങോട്ട് കൊടുത്തു വെളിയിലാക്കാൻ. ഇത് ഏത് പാർട്ടി ചെയ്യും? തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചാരണം ആക്കാനാണ്. ഇതെന്ത് അങ്ങനെയാണെങ്കിൽ വഴുതുകൾ അതേ ഉണ്ടാവുള്ളൂ. നമ്മളെ ഒരു കുറ്റക്കാരെന്ന് കണ്ടാൽ ഈ ഒരു പാർട്ടിയിൽ എല്ലാ ആളുകളുള്ള പാർട്ടികൾ, എല്ലാ പാർട്ടിയിലും ആരെങ്കിലും നമ്മൾക്കൊന്നും ഇത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ സീറ്റ് കൊടുത്തത്. ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു കേട്ടു, അത് യഥാർത്ഥം പിന്നെ അന്വേഷിക്കാൻ പോകുന്നുണ്ട്. എങ്കിൽ കേട്ടത് ഉടൻ ആ സ്പോട്ടിൽ തന്നെ എല്ലാ പാർട്ടിയും ഒരാളുകൾ എണ്ണിക്കഴിഞ്ഞാലുണ്ടല്ലോ അതിൽ എത്രയോ പേരോ നമുക്ക് കോൺഗ്രസിന്റെ പാർട്ടി. പക്ഷേ ഇത്ര നാളെ നിങ്ങൾ പറഞ്ഞതിൽ ഒരാൾക്കും നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് PK ശശി. ശരി, അത് PK ശശിന് 10 ഇരട്ടിയുള്ള ആളുകൾ ആ ലക്ഷ്യമാരല്ല ഉണ്ട്, ആ പാർട്ടി ഇപ്പോഴും ഉണ്ട്. തന്നെ അങ്ങനെയൊന്നും പറയരുത്. ഒരു കാര്യം ഇത് നിങ്ങൾ ഈ പറഞ്ഞത് ഇന്നലെ നിങ്ങൾ രാത്രിയാണ് മീഡിയയിലൂടെ അറിഞ്ഞത്. ആ സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തിന് പോയി. UTV ന്യൂസ്, പാലക്കാട്.